എന്റെ ആകാശം എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എന്റെ ആകാശം എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. അച്ഛാ അച്ഛാ, ബോണി എന്തു പറ്റി അച്ഛാ? അച്ഛാ ബോണി, എനിക്ക് ആരെയും അങ്ങോട്ട് ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു വേദനയുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരെയും നമ്മൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ പളുങ്കുകടലിലൂടെ. ഇപ്പോൾ ഒരാകെപ്പാടെ ശാരീരിക അസ്വസ്ഥതയും ഒരു പനി പോലെയും ഒരു 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 മനസ്സിൻ്റെ ആയിരിക്കാം, പക്ഷേ ഒരു വല്ലാത്ത തണുപ്പും കിടുകിടുപ്പും എല്ലാം കൂടെ. പക്ഷെ അത് മാറിക്കോളൂ അച്ഛൻ, ഇതൊക്കെ മാറ്റ്. നമ്മളിപ്പോൾ പളുങ്കടൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അത് തീർച്ചയായിട്ടും അറിയാം. നമ്മൾ ഇങ്ങനെ ഈ പളുങ്കടലിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ആളുകൾക്ക് ബലമൊക്കെ കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ എത്രയോ ആഴ്ചകളായി, 48 ആഴ്ചകളായി, നമ്മൾ 40 ആഴ്ചകളായിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്ത ആൾക്കാർക്ക്. പക്ഷേ മനസ്സ് പറയുന്നിടത്ത് ശരീരം വരുന്നില്ല, വല്ലാത്തൊരു അസ്വസ്ഥത. അത് മാറും, നമുക്കത്. ബോണിക്ക് ക്രൈസിസുകൾ ഉണ്ടായിട്ടില്ലേ? പിന്നെ ആ സമയത്ത് ബോണി ഇങ്ങനെ ഒന്ന് രക്ഷപ്പെട്ടങ്ങ് വരിക പെട്ടെന്ന്? എനിക്കറിയത്തില്ല. ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. അത് തന്നെ എൻ്റെ പ്രശ്നം. എനിക്കൊന്ന് മുഖം പ്രസന്നമാക്കാൻ പറ്റണ്ടേ? എനിക്ക് വല്ലാത്ത പനി യഥാർത്ഥത്തിലൊരു അസ്വസ്ഥത ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഞാനിപ്പോൾ പനി പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണോ? അല്ല, അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ഇപ്പോൾ ബോണിയുടെ വാക്കുകളൊന്നും എന്നെ ശരിക്കും സമാധാനിപ്പിക്കുന്നില്ല. സംഗതി യാത്രക്കിടയിൽ ഒത്തിരി പേരോട് ചോദിച്ചു, ബോണിയുണ്ടോ കൂടെ? ബോണി ഉണ്ടെങ്കിലും തോണി ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിലെ ഭാരം, എനിക്കാകെ എല്ലാം തുറന്നു പറയാൻ അന്നും ഇന്നും എൻ്റെ കർത്താവ് കഴിഞ്ഞാൽ എൻ്റെ ഹൃദയവാതിലിൽ മറിയം മാത്രമായിരുന്നു. മറിയം പുരോഹിതനായി എന്നെ മനസ്സിലാക്കിയതുപോലെ none among the world ഒരാളും മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ കർത്താവ് കഴിഞ്ഞാൽ എന്നെ മനസ്സിലാക്കിയത് പരിശുദ്ധ അമ്മയാണ്. ഈ അമ്മയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എവിടെ ആയി പോകുമായിരുന്നു. അതുകൊണ്ട് കിടുകിടുപ്പുണ്ടെങ്കിലും എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ പിടിച്ചിരിക്കുന്ന മറിയത്തെയാണ്. അമ്മ മാതാവേ, നീ മാത്രം അറിയുന്ന നൊമ്പരം ഒരുപാടുണ്ടെൻ്റെ നെഞ്ചിൽ. അമ്മ മാതാവേ, നീ മാത്രം അറിയുന്ന നൊമ്പരം ഒരുപാടുണ്ടെൻ്റെ നെഞ്ചിൽ. പുറമേ ചിരിച്ചെന്നാലകമേ കരഞ്ഞും കൊണ്ടമ്മേ നിൻ മടിയിൽ ഞാൻ തല ചായ്ച്ചോട്ടെ. പുറമേ ചിരിച്ചെന്നാലകമേ കരഞ്ഞും കൊണ്ടമ്മേ നിൻ മടിയിൽ ഞാൻ തല ചായ്ച്ചോട്ടെ. ആനന്ദത്താരാട്ട് പാടുവാൻ വാ, സ്നേഹാർദ്ര സംഗീതം മൂളുവാൻ വാ. അങ്ങനെയൊന്ന് പാടി എന്നോട് തന്നെ എൻ്റെ ഭാരങ്ങൾക്കിടയ്ക്കും ശാരീരിക അസ്വസ്ഥതകൾക്ക് ഇടയ്ക്ക് ഇരിക്കാനേ എനിക്ക് പറ്റണുള്ളൂ. ഉണിനൊന്നും മിണ്ടാത്തത്? അതിപ്പോൾ ചൂടൊക്കെ അങ്ങോട്ട് പോയല്ലോ. അല്ല, എന്നെ ഒത്തിരി ആശ്വസിപ്പിക്കുകയായിരുന്നല്ലോ ബഹളം വെച്ച് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ അച്ഛൻ്റെ പാട്ട് കേട്ടപ്പോൾ ഞാനിങ്ങനെ ആ പാട്ടിങ്ങനെ ഓർത്തങ്ങനെ ഇരിക്കുകയായിരുന്നു. മാതാവിൻ്റെ മടിയിൽ തലചായ്ച്ച് ഉറങ്ങുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലോ. എൻ്റെ ബോണി, ഞാൻ ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഭാരങ്ങളിൽ നിന്നുകൊണ്ട് എഴുതുകയാണ്. ലോകം എന്നിൽ നിന്ന് കേട്ടൊരു പാട്ടല്ല ഇത്. ഇതെൻ്റെ ഒരു പിടച്ചിലാണ് ഇപ്പോഴത്തെ.
അമ്മ മാതാവേ, നീ മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. പുറമേ ചിരിച്ചെന്നാലകമേ കരഞ്ഞും കൊണ്ടമ്മേ നിന്മടിയിൽ ഞാൻ തല ചായ്ച്ചോട്ടെ. ആനന്ദ താരാട്ട് പാടുവാൻ വാ. ഞാൻ ബോണിയോട് ചോദിക്കുക, ബോണിക്ക് ഇങ്ങനെയുള്ള തിക്കുമുട്ടലുകൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട് അച്ഛാ. ഞാൻ അതുപോലൊരു പെടച്ചിൽ നിന്നൊരു പാട്ട് സത്യത്തിൽ എഴുതുകയാണിപ്പം. അതുകൊണ്ട് ഞാൻ ആ പേപ്പറിൽ എഴുതാത്തത്. ശരിക്കും ഇതുപോലെ ഒരു തിക്കുപൊട്ടലിലും പെടച്ചിലുമാണ് പണ്ട് അമ്മേ മാതാവേ നമ്മൾ പണ്ടത് അവർക്ക് വേണ്ടി പങ്കുവെച്ചതാണ് ഈ പാട്ട്. ശരിക്കും ഐ ഫീൽ ആൻ ഇന്നർ എംപ്റ്റിനെസ്, ഉള്ളിലൊരു ശൂന്യത. ഓടി എൻ്റെ പ്രായത്തിൻ്റെ 50-ാം വയസ്സിനോട് അടുക്ക് 48 വയസ്സ് കഴിഞ്ഞു. ചിലപ്പോൾ തോന്നുന്നൊരു വല്ലാത്ത ശൂന്യത, ഒന്നും നേടിയില്ല, എന്തൊക്കെയോ ചെയ്തു കൂട്ടി ഒന്നും നേടിയില്ല, വല്ലാത്തൊരു പടച്ചിൽ. ജീവിതത്തിൻ്റെ ഈ മുഖത്ത് നിൽക്കുമ്പം പരിശുദ്ധ അമ്മയും യേശുവിൻ്റെ സ്നേഹവും അല്ലാതെ ഒന്നുമില്ലെന്നൊരു തോന്നൽ. യേശുവേ, നിന്നോടു ഞാൻ ചെയ്ത വാക്കുകൾ പലവുരു തെറ്റി ഞാൻ വീണുപോയി. യേശുവേ, നിന്നോടു ഞാൻ ചെയ്ത വാക്കുകൾ പലവുരു തെറ്റി ഞാൻ വീണുപോയി. അപ്പോഴെല്ലാം എന്നെ കഴുകി തുടച്ചത് അമ്മേ നിൻ വാത്സല്യമായിരുന്നു. മറ്റാരെയും ദൈവ സ്നേഹത്തിൻ്റെ ജ്വാലയറിഞ്ഞവൾ അമ്മയല്ലേ. നീ എൻ്റെ സ്വർഗീയ വഴിയല്ലയോ, നീ എൻ്റെ സ്വർഗീയ വഴിയല്ലയോ. യേശുവേ, നിന്നോടു ഞാൻ ചെയ്ത വാക്കുകൾ പലവുരു തെറ്റി ഞാൻ വീണുപോയി. യേശുവേ, നിന്നോടു ഞാൻ ചെയ്ത വാക്കുകൾ പലവുരു തെറ്റി ഞാൻ വീണുപോയി. അപ്പോഴെല്ലാം എന്നെ കഴുകി തുടച്ചത് അമ്മേ നിൻ വാത്സല്യമായിരുന്നു. മറ്റാരെയും ദൈവ സ്നേഹത്തിൻ്റെ ജ്വാലയറിഞ്ഞവൾ അമ്മയല്ലേ. കാരുണ്യത്താരാട്ടു പാടുവാൻ വാ, സ്നേഹാർദ്ര സംഗീതം മൂളുവാൻ വാ. അമ്മ മാതാവേ, നീ മാത്രം അറിയുന്ന നൊമ്പരം ഒരുപാടുണ്ടെൻ്റെ നെഞ്ചിൽ. അച്ഛനിത് അടുത്ത സ്റ്റാൻസയും കൂടി പാടണം. കാരണം അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കും നമ്മളെ കാണുന്നവർക്കും എല്ലാം ഇതേ അനുഭവങ്ങളുണ്ട് അച്ഛാ. ഒരുപക്ഷെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു വേദനയിലായിരിക്കാം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്, ആളുകളുടെ ആ വേദനകൾ നമുക്ക് അനുഭവിക്കാൻ ദൈവം വരുത്തുമെന്ന്. കണ്ടിട്ടുമുണ്ട്, നമ്മളിത് കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കിതിൻ്റെ അടുത്ത സ്റ്റാൻസായി എഴുതാൻ എൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ ചിന്തിച്ച്, ഞാൻ അനുഭവങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പം ഒരുപക്ഷെ ഇങ്ങനെ ഞാൻ എഴുതിയാലോ എന്ന് ചിന്തിക്കുക. എൻ ചില രീതികൾ ശീലങ്ങളേതുമേ എനിക്കു പോലും തീരെ ഗ്രാഹ്യമല്ല. എൻ ചില രീതികൾ ശീലങ്ങളേതുമേ. ചിലപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചങ്ങ് പോയി. വർഷങ്ങൾക്ക് മുമ്പ് എന്തോരം പൊട്ടിത്തെറിക്കുമായിരുന്നു. ചില പ്രകൃതങ്ങൾ, ചില രീതികൾ, ചില ശൈലികൾ എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്, ഞാൻ എന്തേ ഇങ്ങനെ ആയെന്നോർത്തുരുകുമ്പോൾ അമ്മ മാതാവെൻ്റെ അരികിൽ വന്നു.
വെള്ളം വീഞ്ഞാക്കിയോനുള്ളം നൽകൂ കുഞ്ഞേ, ആശ്വാസവാക്കുമായി അമ്മ നിന്നു. ബോണി ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കെന്ത് എന്താ ഞാൻ ഇങ്ങനെ ആയിപ്പോയി? ഞാൻ അങ്ങനെ ഒത്തിരി ഓർത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി? ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ചിന്തിക്കാത്തവർ. എനിക്ക് കിട്ടിയതിന് ഏക ഉത്തരം ഇതാണ്. എൻ്റെ പരിശുദ്ധാമ്മ പറഞ്ഞു, മകനെ, വെള്ളം വീഞ്ഞാക്കിയവൻ, the nature can be changed by the word of my son. എൻ്റെ മകൻ്റെ വാക്ക് വഴി നിൻ്റെ നേച്ചറിനെ മാറ്റി ഞാൻ. ജെറമിയ 13:23. പുള്ളിപ്പുലിയുടെ പുള്ളിയും എത്യോപ്യക്കാരൻ്റെ തൊലിയുടെ നിറവും മാറില്ല, പക്ഷേ നിനക്ക് മാറ്റം വരും. എൻ ചില രീതികൾ ശീലങ്ങളേതുമേ നമുക്ക് പോലും തീരഗ്രാഹ്യമല്ല. നാം എന്തേ ഇങ്ങനെ ആയെന്നോർത്തുരുകുമ്പോൾ അമ്മ മാതാവൻ്റെ അരികിൽ വന്നു. വെള്ളം വീഞ്ഞാക്കിയോനുള്ളം നൽകൂ കുഞ്ഞേ, ആശ്വാസ വാക്കുമായി അമ്മ നിന്നു. ഞാനുടയാതെ കാത്തതൻ അമ്മയല്ലോ, എന്നുടയാടയായത സ്നേഹമല്ലോ. ചില രീതികൾ ശീലങ്ങളേതുമേ എനിക്കു പോലും തീരെ ഗ്രാഹ്യമല്ല. ചില രീതികൾ ശീലങ്ങളേതുമേ എനിക്കു പോലും തീരെ ഗ്രാഹ്യമല്ല. ഞാനെന്തേ ഇങ്ങനെ ആയെന്നോർത്തുരുകുമ്പോൾ അമ്മ മാതാവെൻ്റെ അരികിൽ വന്നു. വെള്ളം വീഞ്ഞാക്കിയോനുള്ളം നൽകൂ കുഞ്ഞേ, ആശ്വാസവാക്കുമായി അമ്മ നിന്നു. നീ എൻ്റെ ആത്മാവിൻ വിളക്കല്ലയോ, നീ എൻ്റെ സ്വർഗീയ വഴിയല്ലയോ. അമ്മ മാതാവേ, നീ മാത്രം അറിയുന്ന നൊമ്പരം ഒരുപാടുണ്ടെൻ്റെ നെഞ്ചിൽ. ഞാൻ ഈ പുതപ്പ് ഉടയാട പോലെ മൂടിയതുപോലെ പരിശുദ്ധ അമ്മ എന്നെ മൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ഉടഞ്ഞു പോകുമായിരുന്നു. ഞാൻ ഉടയാതെ കാത്തതൻ അമ്മയല്ലോ, എന്നുടയാടയായത് ആ സ്നേഹമല്ലോ. എന്നെ ഒരു ഉടയാട പോലെ പൊതിഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. ത്രൂ മേരി ടു ജീസസ്. യേശുവിൽ അമ്മ നിങ്ങളെയും എന്നെയും എത്തിക്കും. ഒരു ഇതുപോലെ ഇപ്പം ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ പുതപ്പ് പോലെ മറിയം പക്ഷപാതത്തോടെ എന്നെ പൊതിഞ്ഞില്ലായിരുന്നെങ്കിൽ ഐ ഹാഡ് ബീൻ എ വെരി ബിഗ് സീറോ. ഞങ്ങളെയും അച്ഛനെ പൊതിഞ്ഞ പോലെ മാതാവ് പൊതിയട്ടെ, അമ്മയുടെ നീല കാപ്പ് കൊണ്ട്. കാരണം ശുശ്രൂഷകളിലൊക്കെ നിരാശയുണ്ട്. നമ്മുടെ ചങ്ക് കൊടുത്ത് സ്നേഹിച്ചവർ, നമ്മുടെ ജീവരക്തം കൊണ്ട് വളർത്തിയവർ എല്ലാ ശുശ്രൂഷയും അറിഞ്ഞില്ലല്ലോ, അതിൻ്റെ ഫലം നുകർന്നില്ലല്ലോ, നമ്മുടെ പെടച്ചിലാണ് അവരെ വളർത്തിയതെന്ന് തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള വേദനകളും ഉണ്ടെന്ന് ഓർത്തോളൂ. എന്നെ മറന്നും എല്ലാം ത്യജിച്ചും ഞാൻ സ്നേഹിച്ചോരും ഉള്ളറിഞ്ഞതില്ല. എന്നെ മറന്നും എല്ലാം ത്യജിച്ചും ഞാൻ സ്നേഹിച്ചോരും ഉള്ളറിഞ്ഞതില്ല. ചങ്കു കൊടുത്താലും പൂവെന്നു ചൊല്ലുമ്പോൾ കണ്ണുനീരായിരുന്നെന്നാഹാരം. ചങ്കു കൊടുത്താലും പൂവെന്നു ചൊല്ലുമ്പോൾ കണ്ണുനീരായിരുന്നെന്നാഹാരം. ഞാനുടയാതെ കാത്തതൻ അമ്മയല്ലോ, എന്നുടയാടയായത് ആ സ്നേഹമല്ലോ.
സ്നേഹമല്ലോ അമ്മ മാതാവേ നീ മാത്രം അറിയുന്ന നൊമ്പരം ഒരുപാടുണ്ടെൻ്റെ നെഞ്ചിൽ. പുറമേ ചിരിച്ചെന്നാലകമേ കരഞ്ഞും കൊണ്ടമ്മേ നിൻ മടിയിൽ ഞാൻ തല ചായ്ച്ചോട്ടെ. കാരുണ്യത്താരാട്ടു പാടുവാൻ വാ, സ്നേഹാർദ്ര സംഗീതം മൂളുവാൻ വാ. അമ്മ മാതാവേ നീ മാത്രം അറിയുന്ന നൊമ്പരം ഒരുപാടുണ്ടെൻ്റെ നെഞ്ചിൽ. പുറമേ ചിരിച്ചെന്നാലകമേ കരഞ്ഞും കൊണ്ടമ്മേ നിൻ മടിയിൽ ഞാൻ തല ചായ്ച്ചോട്ടെ. അമ്മേ നിൻ മടിയിൽ ഞാൻ തല ചായ്ച്ചോട്ടെ. അമ്മേ നിൻ മടിയിൽ ഞാൻ തല ചായ്ച്ചോട്ടെ. പരിശുദ്ധ അമ്മയെ ഞാൻ പുതിയതായി ഞാൻ ബോണിയുടെയും നമ്മളെ കാണുന്നവരുടെ എല്ലാം ഭവനത്തിൻ്റെ മുറ്റത്തേക്ക് വീണ്ടും വയ്ക്കുകയാണ്. പരിശുദ്ധ അമ്മയെ നോക്കി കർത്താവിനോട് ആ ഭാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാം കൊടുത്തു കഴിയുമ്പം പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രസന്നതയുണ്ട്, വലിയൊരു പ്രസന്നത. അത് ലോകം മുഴുവൻ കിട്ടണം. ബോണി എന്താ ഒന്നും മിണ്ടാതെ നോക്കിയിരിക്കുന്നത്? ഈ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനാണ് തോന്നിയത്. ബോണി എൻ്റെ മന്നാ പേടകം എന്ന ഒരു അമ്മയ്ക്ക് വേണ്ടിയുള്ള ആൽബത്തിലെ പാട്ടാണിത്. അതിങ്ങനെ തന്നെയാണ് പിറന്നു വന്നത്. പരിശുദ്ധ അമ്മ വഴി വലിയൊരു മഹത്വം. പരിശുദ്ധ അമ്മയ്ക്ക് ജീവിതം സമർപ്പിക്കുന്നത് വഴി നിങ്ങളുടെ എല്ലാവരുടെയും ഭാരങ്ങളെ കർത്താവ് ഏറ്റെടുക്കട്ടെ. അമ്മയ്ക്ക് കൊടുത്ത ഒരു കാര്യവും ബലിപീഠത്തിലേക്ക് എത്താതിരിക്കില്ല. ഓസ്തിയും വീഞ്ഞും അർപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാരം പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ മുമ്പിൽ കൊടുക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരികയും ചെയ്യും, അത് ഉറപ്പാണ്. കർത്താവിൻ്റെ ഈ ഒരു പുതിയ മരിയൻ അനോയിൻറ്റിങ് നിങ്ങളിലെല്ലാം വ്യാപരിക്കട്ടെ. ആമേൻ.
വാത്സല്യമായിരുന്നു. മറ്റാരെയും കാണാതെ ദൈവസ്നേഹത്തിൻ്റെ ജ്വാലയറിഞ്ഞവൾ അമ്മയല്ലേ. കാരുണ്യത്താരാട്ടു പാടുവാൻ വാ, സ്നേഹാർദ്ര സംഗീതം മൂളുവാൻ വാ. അമ്മ മാതാവേ, നീ മാത്രം അറിയുന്ന നൊമ്പരം ഒരുപാടുണ്ടെൻ്റെ നെഞ്ചിൽ. എൻ ചില രീതികൾ ശീലങ്ങളേതുമേ എനിക്കു പോലും തീരെ ഗ്രാഹ്യമല്ല. എൻ ചില രീതികൾ ശീലങ്ങളേതുമേ എനിക്കു പോലും തീരെ ഗ്രാഹ്യമല്ല. ഞാനെന്തേ ഇങ്ങനെ ആയെന്നോർത്തുരുകുമ്പോൾ അമ്മ മാതാവെൻ്റെ അരികിൽ വന്നു. വെള്ളം വീഞ്ഞാക്കിയോനുള്ളം നൽകൂ കുഞ്ഞേ, ആശ്വാസവാക്കുമായി അമ്മ നിന്നു. നീ എൻ്റെ ആത്മാവിൻ വിളക്കല്ലയോ, നീ എൻ്റെ സ്വർഗീയ വഴിയല്ലയോ. അമ്മ മാതാവേ, നീ മാത്രം അറിയുന്ന നൊമ്പരം ഒരുപാടുണ്ടെൻ്റെ നെഞ്ചിൽ. എന്നെ മറന്നു എല്ലാം ത്യജിച്ചു ഞാൻ, സ്നേഹിച്ചോരും ഉള്ളറിഞ്ഞതില്ല. എന്നെ മറന്നു എല്ലാം ത്യജിച്ചു ഞാൻ, സ്നേഹിച്ചോരും ഉള്ളറിഞ്ഞതില്ല. കല്ലിനു കാറ്റേറ്റ പോലവർ നിൽക്കുമ്പോൾ കാണാമറയത്ത്